തലവൻ എന്ന സിനിമയുടെ റിലീസ് ദിവസം ആദ്യ ഷോ കഴിഞ്ഞ് പൂർണ്ണ സംതൃപ്തനായി തിയേറ്ററിൽ നിന്ന് അയാൾ പുറത്തേക്ക് വന്നു. ആരാധകരെ കണ്ടു, സന്തോഷം പങ്കുവച്ചു. അപ്പോഴെല്ലാം അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. അതെ, ആസിഫ് അലി എന്ന നടൻ അത്രത്തോളം വെല്ലുവിളികളിലൂടെ തന്റെ കരിയറിൽ യാത്ര ചെയ്തിരുന്നു. ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന് പലരും വിധി എഴുതിയതിനു ശേഷവും അയാൾ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാകണം ആ നിറകണ്ണുകളെ മലയാളികളും അതേ ഇമോഷനോടെ ഏറ്റെടുത്തത്. തലവനിലെ പോലീസുകാരനിൽ നിന്നും അയാൾ പിന്നീട് ലെവൽ ക്രോസ് ഗേറ്റ് കീപ്പറായി, ഒന്നിനെയും കൂസാത്ത പറവൂരുകാരൻ പ്രിൻസായി, ആത്മസംഘർഷങ്ങളിൽ വിങ്ങിപ്പൊട്ടുന്ന അജയനായി. അതെ, 2024 എന്ന വർഷം ആസിഫ് അലിയുടേതായിരുന്നു. ആസിഫ് അലി തുടങ്ങുന്നത് ജിസ്റ്റോയ് സംവിധാനം ചെയ്ത തലവനിലൂടെയാണ്. 2024 മെയ് 24 തലവൻ തിയേറ്ററിലെത്തുന്നത്. കാർത്തിക് വാസുദേവൻ എന്ന എസ്ഐയുടെ വേഷമാണ് ആസിഫ് അലി ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ബിജു മേനോൻ ആയിരുന്നു ചിത്രത്തിൽ ആസിഫിനൊപ്പം പ്രധാന കഥാപാത്രമായി എത്തിയത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായ ചിത്രത്തിൽ പോലീസുകാർക്കിടയിൽ ഉണ്ടാകുന്ന ഈഗോ ക്ലാഷിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. ആസിഫിന്റെ കാർത്തിക് കർമ്മനിരതനായ പോലീസ് ഓഫീസറാണ്. എങ്കിലും തന്റെ മേലുദ്യോഗസ്ഥരിൽ നിന്നും കാർത്തിക്കിന് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. പോലീസ് സേനയിലുള്ള അധികാരക്രമത്തെക്കുറിച്ചും സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ അധികാരക്രമം കാരണം താഴെത്തട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും എല്ലാം സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ആസിഫിന്റെ കാർത്തിക് ഭയങ്കര ടഫാണ്. ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും അയാൾ തയ്യാറല്ല. തന്റെ മേലുദ്യോഗസ്ഥനുമായി വ്യക്തിപരമായ പ്രശ്നമുണ്ടെങ്കിലും ജയശങ്കർ കുറ്റാരോപിതനാകുമ്പോൾ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് കാർത്തിക് ശ്രമിക്കുന്നത്. കുറ്റവും ശിക്ഷയിലും കൂമനിലുമാണ് ആസിഫ് ഇതിനു മുൻപ് പോലീസ് വേഷത്തിൽ എത്തിയിട്ടുള്ളത്. അതിനു മുൻപ് ഉണ്ടയിൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. ആ കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പോലീസ് കഥാപാത്രത്തെയാണ് തലവനിലൂടെ ആസിഫ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. തലവനിൽ നിന്ന് നേരെ ആസിഫ് എത്തിയത് ലെവൽ ക്രോസിലേക്കാണ്. സിനിമയിൽ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ആസിഫ് അവതരിപ്പിച്ചിരിക്കുന്നത്. തന്റെ കരിയറിൽ ഇതുവരെ ആസിഫ് ഇത്തരത്തിൽ വളരെ റോ ആയ ഒരു മനുഷ്യനായി അഭിനയിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. രഘു എന്ന ലെവൽ ക്രോസ് ഗേറ്റ് കീപ്പറാണ് ആസിഫ് ഈ ചിത്രത്തിൽ. തലവൻ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിരുന്നുവെങ്കിൽ ലെവൽ ക്രോസ് സൈക്കോളജിക്കൽ ത്രില്ലറാണ്. യുണീക്കായ പ്രകടനത്തിലൂടെ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്താൻ രഘുവിലൂടെ ആസിഫിന് സാധിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പാളിച്ച സംഭവിച്ചാൽ ഓവറായി പോകാവുന്ന കഥാപാത്രമാണ് രഘു. എന്നാൽ ആസിഫ് വളരെ മികവോടെ ആ കഥാപാത്രത്തെ സ്ക്രീനിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. 2024 ആസിഫ് ചെയ്ത ആദ്യ 2 കഥാപാത്രങ്ങൾ റഫ് ആൻഡ് ടഫ് ആയിരുന്നു. എന്നാൽ അഡിയോസ് അമിഗോയിലേക്ക് വരുമ്പോൾ ആളാകെ മാറിയിരിക്കുകയാണ്. കോമഡി ജോണറിൽ പെടുന്ന ലൈറ്റ് ഹാർട്ടഡ് സിനിമയാണ് നഹാസ് നാസറിന്റെ അഡിയോസ് അമീഗോ. ചിത്രത്തിലെ ആസിഫിന്റെ പ്രിൻസ് എന്ന കഥാപാത്രം കെയർഫ്രീ ആണ്. ധനികനായ പ്രിൻസിന് ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആവോളം ആസ്വദിക്കുക എന്ന മനോഭാവമാണുള്ളത്. കള്ളും കുടിച്ച് തമാശയും പറഞ്ഞ് ജീവിതത്തെ ഒട്ടും സീരിയസ് ആയി കാണാതെ നടക്കുന്ന ഒരു മനുഷ്യൻ. പ്രിൻസ് വളരെ ലൗഡാണ്. എവിടെ നിന്നെങ്കിലും അറ്റൻഷൻ ലഭിക്കാൻ വേണ്ടി കാലങ്ങളായി ഉള്ളിലെരിയുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കാനായി പറ്റാവുന്ന രീതിയിലെല്ലാം കൂടെയുള്ളവരെ സഹായിക്കാനായി പലതും ചെയ്യുന്ന പ്രിൻസ്. മദ്യപാനിയായ ആ പറവൂറുകാരനെ എത്ര കൈയടക്കത്തോടെ ചെയ്യാൻ പറ്റുമോ അത്രയും മികച്ച രീതിയിലാണ് ആസിഫ് സ്ക്രീനിൽ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത്. 2024 ആസിഫ് അവസാനിപ്പിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ്. കണ്ണുകൾ കൊണ്ടാണ് ആസിഫ് അലി എന്ന നടൻ കിഷ്കിന്ദ കാണ്ഡത്തിലുടനീളം അഭിനയിച്ചിരിക്കുന്നത്. അതെ, അജയന്റെ വേദനയും സംഘർഷങ്ങളുമെല്ലാം ആ കണ്ണിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആസിഫ് അലിക്ക് സാധിച്ചു. രഞ്ജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്ദ കാണ്ഡം ആസിഫിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സിനിമയാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. ഇത്രയധികം ആത്മസംഘർഷങ്ങൾ നിറഞ്ഞൊരു കഥാപാത്രം ആസിഫ് അലി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അച്ഛൻ, മകൻ, ഭർത്താവ് എന്നീ നിലകളിലെല്ലാം ഒരുപോലെ സംഘർഷം അനുഭവിക്കുന്ന കഥാപാത്രമാണ് അജയൻ. നിസ്സഹായനാണ് അജയൻ. അച്ഛൻ എന്ന നിലയിലും മകൻ എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും എല്ലാം അയാൾ വിജയിയല്ല. എന്നാൽ പൂർണ്ണമായും ജീവിതത്തിൽ അയാൾ പരാജയപ്പെട്ടുവെന്ന് പറയാനാകില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും മരിച്ചു ജീവിക്കുകയാണ് അജയൻ. തന്റെ മകന്റെ മരണം ഉള്ളിലൊതുക്കി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ വിധിക്കപ്പെട്ട വ്യക്തി. പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ ആസിഫ് അലിയുടെ അജയനെ പുകഴ്ത്തി. അത് ബോക്സ് ഓഫീസിലും പ്രതിഫലിച്ചു. 75 കോടിയാണ് കിഷ്കിന്ദ കാണ്ഡം ആഗോള ബോക്സ് ഓഫീസിൽ നേടിയത്. ആസിഫ് എന്ന നടൻ 2024 തൂത്തുവാരിക്കൊണ്ടു പോയിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം, അതായത് 2025 തുടങ്ങുന്നതും ആസിഫ് അലിയിലൂടെ തന്നെയാണ്. ജോഫി ടി ചാക്കോയുടെ രേഖാചിത്രം എന്ന സിനിമ
ജനുവരി 9 തിയേറ്ററിലെത്തും. ഷൂട്ടിങ്ങിനിടെ പറ്റിയ പരിക്കു മൂലം ചിത്രീകരണം നീട്ടിവെച്ച രോഹിത് VS-ന്റെ ടിക്കി ടാക്കയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഒരു നടൻ എന്ന നിലയിൽ താൻ ചെറിയ പുള്ളിയല്ലെന്ന് മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ ആസിഫ് തെളിയിച്ച വർഷമാണ് 2024. കാർത്തിക്, രഘു, പ്രിൻസ്, അജയൻ ഇത് നാലും ആസിഫിന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളായി അറിയപ്പെടും.